ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. Happy wedding anniversary, both of you. Thank you. Thank you. Thank you. വർഷങ്ങൾ ഒരുമിച്ച് സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമല്ലെന്ന് നമുക്കറിയാം. പരസ്പര സ്നേഹം, വിട്ടുവീഴ്ചകൾ, വിശ്വാസം, ഇതൊക്കെ തന്നെയാണ് ഈ 30-ാം വർഷത്തിലും ഇവര് രണ്ടുപേരും ഇങ്ങനെ മാതൃദമ്പതികളായി സന്തോഷത്തോടെ ഇരിക്കാൻ കാരണം. ഇവരുടെ ജീവിതത്തെക്കുറിച്ച് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതലായി പറയാനും ആശംസകൾ നേരാനുമായി ഇവരുടെ മൂത്ത മകനായ അർജുൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും ഒരു നമസ്കാരം. എന്റെ അച്ഛനും അമ്മയെ കുറിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങിയ ഇന്നൊരു രാത്രി മതിയാവില്ല. എല്ലാ അച്ഛനമ്മമാരെ പോലെ തന്നെ എന്റെ താങ്ങും തണലുമായിട്ട് നിന്നവരാ ഇവര് രണ്ടുപേരും. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടിയ നിധി എന്നൊക്കെ വേണേ പറയാം. അവരെന്നെ മറന്നോ, ഞാൻ അവരെ മറന്നോ, ഇന്ന് വരെ ജീവിച്ചിട്ടില്ല, ഇനി ജീവിക്കുകയില്ല. അവരിന്ന് എനിക്ക് ഏറ്റവും ബെസ്റ്റാ. ഞാൻ അവർക്ക് ബെസ്റ്റാണെന്നറിയില്ല, അങ്ങനെ ആവാനാ എനിക്കിഷ്ടം. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? സാറിന് ഏറ്റവും ഇഷ്ടം അച്ഛനെയാണോ അതോ അമ്മയാണോ? ആ ചോദ്യത്തിന് ലെവലേശം ആലോചനയില്ലാതെ ഞാൻ പറയും, ഇവരിലല്ല, ഈ ലോകത്തില് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ അമ്മയാ. എന്റെ ഇഷ്ടം എന്റെ അച്ഛനെ ഒരിക്കലും വേദനിപ്പിക്കില്ല എന്ന് എനിക്കറിയാം. കാരണം എന്തെന്നാ അച്ഛൻ തന്നെ പറയാറുണ്ട്, ഞാൻ അമ്മയുടെ മകനാണെന്ന്. ഒരു ജീവന് ജന്മം നൽകുക എന്ന് മാത്രമല്ല അമ്മയുടെ ധർമ്മം. ഏതൊരാളും ലോകത്തെ ആദ്യം നോക്കിക്കാണുന്നത് അമ്മയിലൂടെയാണ്. ആദ്യത്തെ കൂട്ടുകാരി, ആദ്യത്തെ ഗുരു, അങ്ങനെ ആദ്യത്തെ എല്ലാത്തിന്റെ അടിസ്ഥാനം അമ്മയിൽ നിന്നാണ്. അമ്മമാരെ നൽകുന്ന സ്നേഹത്തിനും ത്യാഗത്തിനും പകരമായി ഈ ലോകത്ത് മറ്റൊന്നും നമുക്ക് തിരികെ നൽകാൻ കഴിയില്ല. അതുകൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ അമ്മയെ സ്നേഹിക്കുക, ബഹുമാനിക്കുക. വാർദ്ധക്യത്തിൽ താങ്ങും തണലും ആകുക എന്നത് ഓരോ മക്കളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ്. ഒരിക്കലും ആ അമ്മയുടെ കണ്ണ് നിറയാൻ നമ്മൾ കാരണക്കാരാവരുത്. അമ്മയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സത്യവും അമൂല്യമായ നിധിയും. എല്ലാവരെയും പോലെ തന്നെ ഞാനും നല്ലൊരു അമ്മയുടെ മകനായതിൽ അഭിമാനിക്കുന്നു. ആ അഭിമാനത്തിൽ നിന്നുകൊണ്ട് തന്നെ അച്ഛന്റെ വാക്കുകൾ കടമെടുത്ത് ഞാൻ പറയുകയാണ്. അതെ, ഞാൻ അമ്മയുടെ മകനാണ്. ചന്ദ്രലേഖ, അതിവിടെ.
എവിടെ ആയാലും അവര് സുരക്ഷിതരായിരിക്കും, എനിക്ക് ഉറപ്പാ. അവിടെ ചെന്ന് കല്യാണിയെ വിളിച്ചോണ്ട് വന്നിട്ട് കർമ്മം കഴിഞ്ഞ് അതുപോലെ തിരിച്ചെത്തിക്കുകയും വേണം. അതേക്കുറിച്ച് തന്നെ തിരുമേനി ഞാനും ആലോചിക്കുന്നു. എന്തായാലും മോളെ കൊണ്ടുവന്നേ പറ്റൂ. ആരെയും കണ്ടുപിടാതെ കൊണ്ടുവരികയും വേണം. വലിയ അപകടം നിറഞ്ഞതാണെന്ന് എനിക്കറിയാം, എങ്കിലും ഞാനിത് ചെയ്യും. എന്റെ തമ്പുരാനും തമ്പുരാട്ടിക്കും വേണ്ടി അതെങ്കിലും ഞാനും എന്റെ മോളും ചെയ്യേണ്ടി തിരുമേനി. ഞാൻ മോളെ ഒന്ന് വിളിച്ചിട്ട് അവളോട് സംസാരിക്കട്ടെ. അയ്യോ, മോള് ഫോൺ എടുക്കുന്നില്ലല്ലോ. വല്ല തിരക്കിലും ആയിരിക്കും. ആശംസകൾ അറിയിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ചടങ്ങിലേക്ക് കടക്കാം. ഈ സന്തോഷകരമായ നിമിഷങ്ങളെ മധുരമൂറുന്ന നിമിഷങ്ങളാക്കി മാറ്റുന്ന ചടങ്ങാണ് ഇനി. കേക്ക് കട്ട് ചെയ്യാനായി ശ്രീ ജയരാമൻ സാറിനെയും ശ്രീമതി രമാദേവി മാഡത്തെയും ഹാർദവമായി ക്ഷണിച്ചുകൊള്ളുന്നു.